ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡ് ചെറിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതിയുടെ വളകൾ പൊട്ടിക്കഴിയുമ്പോഴേക്കും അശ്വിൻ പുതിയ വളകൾ മേടിച്ചു കൊടുക്കുകയാണ്. അത് ശ്രുതിക്ക് ഡയറക്റ്റായിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഒരു കവറിൽ ശ്രുതിക്കെന്ന് പറഞ്ഞിട്ട് ഒരു കവറിൽ വെച്ച് കൊടുക്കുകയാണ്. ശ്രുതി അത് ഇട്ട് നോക്കുമ്പോൾ അശ്വിൻ അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട്. ഇത് മേടിച്ചത് അശ്വിൻ തന്നെയാണെന്ന് ശ്രുതിക്ക് മനസ്സിലാവാട്ടോ. ശ്രുതി അപ്പം തന്നെ അശ്വിനോട് പോയി ചോദിക്കുന്നുണ്ട്, സത്യം പറ, ഈ വളകൾ സാറ് മേടിച്ചതല്ലേ? ഞാൻ വാങ്ങിച്ചതൊന്നുമല്ല എന്ന രീതിയിൽ അശ്വിൻ അവിടെ നിന്ന് പോവുകയാണ്. ആഹാ, ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും, ഈ വളകൾ നിങ്ങൾ എനിക്ക് വേണ്ടി മേടിപ്പിച്ചാണെന്ന് ഈ ശ്രുതി ലക്ഷ്മി നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും, അല്ലാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവത്തില്ല എന്നൊക്കെ ശ്രുതി ഇങ്ങനെ വിചാരിക്കുകയാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ശ്രുതി വീണ്ടും അശ്വിനോട് പോയി ചോദിക്കുന്നുണ്ട്, അതെ സത്യം പറ, ഈ വളകൾ നിങ്ങൾ വാങ്ങിച്ചതല്ലേ? എനിക്ക് വേറെ പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകുകയാണ്. ശേഷം ആഹാ, നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വളകൾ എൻ്റെ കയ്യിൽ കിടക്കുന്നത് കാണണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഷോൾ വെച്ച് വളകളൊക്കെ മൂടിയിട്ടിരിക്കുക കേട്ടോ. പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോഴും നമ്മുടെ അശ്വിൻ ഇടയ്ക്കിടയ്ക്ക് ശ്രുതിയുടെ കയ്യിൽ ആ വളകൾ ഇട്ടേക്കാൻ ആ ഭംഗി കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കുന്നുണ്ടെങ്കിലും ശ്രുതി ഷോൾ വെച്ച് അത് മറച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പ്രസാദം കൊടുക്കുന്ന സമയമാവാണ്. അപ്പം അഞ്ജലിയാണ് എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്നത്. വേഗം വന്നിട്ട് അശ്വിൻ പ്രസാദം വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കൊടുത്തോളാം ചേച്ചി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് പ്രസാദം നീട്ടു കേട്ടോ. അപ്പോഴെങ്കിലും ശ്രുതി കൈ വെച്ചിട്ട് ഈ പ്രസാദം മേടിക്കാൻ വേണ്ടി ഷോള് മാറ്റുമല്ലോ, കൈ കാണാലോ എന്ന് വെച്ചിട്ടാണ് അശ്വിൻ പ്രസാദം കൊടുക്കാൻ പോണത്. അപ്പോഴും ശ്രുതി കയ്യിൽ ഷോൾ വെച്ച് മടക്കി വെച്ചിട്ടാണ് പ്രസാദം വാങ്ങിക്കണം. അപ്പം തന്നെ അമ്മായി വഴക്ക് പറഞ്ഞിട്ട്, ശ്രുതി പ്രസാദം എത്ര നേരം അശ്വിൻ സാറിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, നീ അത് വാങ്ങിക്കേ, ഇങ്ങനെയാണ് പ്രസാദം വാങ്ങിക്കണം, ഷോൾ മാറ്റി വാങ്ങിക്കടി എന്ന് പറയുകയാണ്. അങ്ങനെ കയ്യിലെ ഷോൾ മാറ്റിയിട്ട് ശ്രുതി പ്രസാദം വാങ്ങിക്കുകയാണ്. പ്രസാദം വാങ്ങിക്കുമ്പോൾ കയ്യിലെ വളകൾ അശ്വിൻ കാണുന്നുണ്ട്. കുറച്ചേരം ആ വളകൾ തന്നെ അശ്വിൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അശ്വിനും ശ്രുതിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നത് അഞ്ജലിയും മുത്തശ്ശിയും ശ്രദ്ധിക്കുക കേട്ടോ. അശ്വിൻ ആ വളകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ശ്രുതിയും ഒരു നാണത്തോടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ആ വളകൾ അശ്വിൻ വാങ്ങിച്ചു കൊടുത്തതാണ് എന്ന് നമ്മുടെ അഞ്ജലിക്കൊക്കെ മനസ്സിലാവാണ്. ശേഷം അഞ്ജലി ചോദിക്കേണ്ടത്, ശ്രുതി ഈ വളകൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ഇത് ആര് വാങ്ങി തന്നതാണ്? എനിക്കൊന്നും അറിയില്ല, എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല, വീട്ടിൽ പോയാൽ ആദ്യം ഞാൻ ഈ വളകൾ മാറ്റി വെക്കും എന്നൊക്കെ പറയാട്ടോ. അതിനുശേഷം ശ്രുതി റൂമിലേക്ക് പോകുമ്പോൾ അശ്വിൻ സമ്മതിക്കുന്നുണ്ട്, അതെ ഈ വളകൾ മേടിച്ചത് ഞാനാണെന്ന്. അപ്പോൾ ശ്രുതിക്ക് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. നാളെ കാണാം, ബൈ ബൈ.